ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കായി സ്വാഗതം. അങ്ങനെ നോക്കുകയാണെങ്കിൽ നന്ദൻ്റെ തിരോധാനത്തിന് പിന്നാലെ പുതിയ തെളിവുകളൊക്കെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നന്ദൻ്റെ ബെഡ്റൂമിൽ നിന്നും തൻ്റെ ആത്മഹത്യക്കുറിപ്പ് എന്ന രീതിയിൽ ഒരു ഡയറി കിട്ടുന്നുണ്ട്. ഏതായാലും ഇതോടുകൂടിയിട്ട് ശത്രുക്കളൊക്കെ തന്നെ ആകെ പേടിച്ചിരിക്കുകയാണ്. അരുന്ധതിക്കെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാവുന്നുണ്ട്. അതായത് അഴിക്കാൻ ശ്രമിക്കും തോറും പ്രശ്നങ്ങളൊക്കെ തന്നെ ഭയങ്കരമായി കൊണ്ടിരിക്കുകയാണ്. നന്ദന്റെ തിരോധാനത്തിന് പിന്നാലെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല, ഇതെന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളുടെ തുടക്കമാണ് എന്നൊരു കാര്യം അരുന്ധതി എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുന്നുണ്ട്. നന്ദന്റെ ഡയറി കണ്ടിട്ട് പ്രഭാവതിയും രജനിയും ആകെ തകർന്നു പോവാണ്. നന്ദൻ ഇനി ആത്മഹത്യ ചെയ്തോ എന്നൊരു കാര്യം അവർക്കാണെന്നുണ്ടെങ്കിൽ നല്ലോണം ഡൗട്ടാവുന്നുണ്ട്. ഇതിനിടയിൽ ശാരിക എന്നുണ്ടെങ്കിൽ കെവിനെ കണ്ടിട്ട് നന്ദനെ പറ്റി പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുമോ എന്നതിന് വേണ്ടിയിട്ട് കുറെ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ കെവിനാണെന്നുണ്ടെങ്കിൽ തനിക്കും ഒന്നും അറിയില്ല, ഇസബല്ലയ്ക്കും ഇതിന്റെ പിന്നിൽ ഒന്നുമില്ല എന്നെല്ലാം ഇങ്ങനെ ശാരികയോട് പറയുന്നുണ്ട്. പക്ഷെ വീണ്ടും വീണ്ടും ശാരിക എന്നുണ്ടെങ്കിൽ കെവിനേട്ടന് ഇപ്പോഴും എന്നോട് സ്നേഹമില്ല, അതുകൊണ്ടല്ലേ എന്നോടൊന്നും പറയാത്തെ എന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്ക് സത്യമായിട്ടും ഒന്നും അറിയില്ല ശാരി എന്നെല്ലാം ഇങ്ങനെ കെവിനാണെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ച് പറയാണ്. പിന്നീട് പ്രഭാവതി എന്നുണ്ടെങ്കിൽ വീണ്ടും മുരളിയെ കാണാൻ പോകുന്നുണ്ട്. എന്നിട്ട് നന്ദനെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ്. സത്യം പറയും മുരളി, നിനക്ക് എന്തെങ്കിലും നന്ദനെ പറ്റി അറിയോ? അവൻ എവിടെയാണെന്ന് വല്ല സൂചനയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് ആൻറ്റി, എനിക്കിപ്പോഴും അവൻ എവിടെയെന്ന് അറിയില്ല. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണെങ്കിലും ഈയിടെയായിട്ട് ഒന്നും തന്നെ മിണ്ടാറില്ല. നന്ദൻ എവിടെയാന്ന് എനിക്കറിയെങ്കിൽ അവനെ ഞാൻ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരില്ലേ എന്നൊരു കാര്യം പ്രഭാവതിയോട് പറയുന്നുണ്ട്. പക്ഷെ പ്രഭാവതിക്ക് എല്ലാവരും ചേർന്നിട്ട് തന്നെ ചതിക്കുകയാണോ പറ്റിക്കുകയാണോ എന്നൊരു കാര്യം തോന്നിയിട്ട് ആകെ വിഷമത്തിൽ എന്താ ചെയ്യേണ്ടെന്ന് പോലും അറിയാനാവാതെ നിൽക്കുകയാണ്. ഇതിന്റെ ഇടയിൽ അരുന്ധതിയുടെ വീട്ടിലെ സിപിയും ഋഷിയും അതേപോലെ തന്നെ കെവിനും ഇസബല്ലയും നന്ദൻ എവിടെയായിരിക്കും എന്നൊരു കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇടയിലാണ് സിപി എന്നുണ്ടെങ്കിൽ ദേവിക പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പറയണത്. അതായത് നന്ദന്റെ ബെഡ്റൂമിൽ നിന്നും ഒരു ഡയറി കുറിപ്പ് കിട്ടി, അതിൽ ഏറ്റവും കൂടുതൽ തനിക്ക് പകയുള്ളത് അരുന്ധതിയോടാണ് എന്ന് പറയുമ്പോൾ തന്നെ അരുന്ധതി ഒരു കാര്യം പറയുന്നുണ്ട്. ദേവിക്ക് നന്ദനെ കാണാതായിട്ടും ഒരു ടെൻഷനുമില്ല, ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ എന്നുണ്ടെങ്കിൽ ദേവിക തന്നെയായിരിക്കും നന്ദനെ മാറ്റിയിരിക്കുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോൾ തന്നെ ഇസബല്ല പറയുന്നുണ്ട്, നന്ദൻ ആത്മഹത്യ ചെയ്തു എന്നാണോ ആൻറ്റി ഉദ്ദേശിക്കണേ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ആത്മഹത്യ ചെയ്തു എന്നത് ദേവിക പറഞ്ഞ ഒരു കഥ മാത്രമാണ്. അവള് നമ്മളെല്ലാവരും ചേർന്നിട്ട് പറ്റിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ അവരുടെ എന്തൊരു വലിയ പ്ലാൻ തന്നെയാണ് നടക്കുന്നത് എന്നൊരു കാര്യം എല്ലാവരെയും തന്നെ അറിയിക്കുകയാണ്. അവർക്കിടയിൽ മറ്റൊരു സംശയം കൂടി വരുന്നുണ്ട്. അതായത് തനിക്ക് പ്രതികാരമുള്ള ആൾക്കാരുടെ പട്ടികയിൽ ഇനി ഇസബല്ലയും കെവിനും ഉണ്ടാകുമോ എന്ന് പറയുമ്പോൾ തന്നെ അവർക്കാണെന്നുണ്ടെങ്കിൽ നല്ല പേടിയാവാണ്. ഏതായാലും ഈ ഒരു നാടകത്തിന് എന്തായാലും ഒരു അവസാനം വേണം. ആ ദേവികയ്ക്കും നന്ദനും എന്തായാലും ഒരു തിരിച്ചടി കൊടുക്കണം. നന്ദൻ എന്തൊക്കെയോ കാര്യങ്ങൾ നേരത്തെ തന്നെ അറിയാമായിരുന്നു, എന്നിട്ടും അവൻ നമ്മുടെ മുന്നിലൊക്കെ അഭിനയിച്ചു. ഇതിനുള്ള തിരിച്ചടിയൊക്കെ ഞാൻ തന്നെ കൊടുക്കും എന്നൊരു കാര്യം ഇസബല്ല പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഋഷി എന്നുണ്ടെങ്കിലും തനിക്ക് വിലപ്പെട്ട കാര്യങ്ങളൊക്കെ മുന്നേ തന്നെ നഷ്ടപ്പെട്ടു, അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഈ നാടകത്തിന് ഒരവസാനം കുറിക്കാതെ ഞാൻ മടങ്ങില്ല എന്നെ തീരുമാനിക്കുന്നുണ്ട്. ഏതായാലും ഇതിൻ്റെ ഇടയിൽ ദേവിക എന്നുണ്ടെങ്കിൽ മുരളിയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഇതോടുകൂടിയിട്ട് ദേവികയും മുരളിയും ചേർന്നാണോ നന്ദനെ മാറ്റിയിരിക്കണേ എന്നൊരു കാര്യം തന്നെ ശക്തമാവുകയാണ്. പ്രഭാവതി എന്നുണ്ടെങ്കിൽ ആ ഡയറി വീണ്ടും വീണ്ടും വായിച്ചിട്ട് വിഷമിക്കുന്നുണ്ട്. തൻ്റെ മകന് എന്ത് പറ്റി എന്നൊരു കാര്യം അറിയാതെ പ്രഭാവതി എന്നുണ്ടെങ്കിൽ കൂടുതൽ പേടിക്കുകയാണ്. എന്തായാലും ഇതോടുകൂടിയിട്ട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നന്ദൻ ഒരിക്കലും ആത്മഹത്യ ചെയ്തിട്ടില്ല, മറിച്ച് ദേവികയുടെയോ മുരളിയുടെ അടുത്ത് തന്നെ നന്ദൻ സുരക്ഷിതമായി തന്നെ ഇരിക്കുന്നുണ്ട്. ഇത്രയും നാളും ഇസബല്ലയും കെവിനും ഋഷിയും എല്ലാവരും ചേർന്നിട്ട് നന്ദനെ എങ്ങനെയാണ് പറ്റിച്ചത്, അതേപോലെ തന്നെ നന്ദനും ദേവിയും ചേർന്നിട്ട് തിരിച്ചടി കൊടുക്കുക തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വരാൻ പോണ എപ്പിസോഡ്സിന്റെ റിവ്യൂസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.